കേരളത്തിലും ഇന്ത്യയിലും മൊത്തമുള്ള കോടതികളിൽ ഒരേ കാര്യത്തിൽ തന്നെ പല കാര്യം, അതായത് ഭരണഘടനയിലുണ്ട് എന്ന് പറയുന്ന പല വകുപ്പുകളും പല രീതിയിൽ വ്യാഖ്യാനിച്ച് പല വിധികൾ വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ തന്നെ സുപ്രീം കോടതിയിൽ പോയ സമയത്ത്, അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ യൂണിഫോമിന് വിരുദ്ധമായ പല ആവശ്യങ്ങളും ഉന്നയിക്കുന്ന സമയത്ത് ഉണ്ടായ വിധികൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഉള്ള 2 അംഗങ്ങൾ, ഒരംഗം അയാൾ പറഞ്ഞു വേണ്ടാന്ന്, ഒരാൾ പറഞ്ഞു വേണമെങ്കിൽ ആവാം. അങ്ങനെയാണ് അത് പോയിട്ടുള്ളത്. ഹൈക്കോടതിയിൽ, കർണാടക ഹൈക്കോടതിയുടെയും കേരള ഹൈക്കോടതിയുടെയും വിധി നോക്കിക്കഴിഞ്ഞാൽ മാനേജ്മെന്റിനാണ് യൂണിഫോം തീരുമാനിക്കാനുള്ള അവകാശം എന്നുള്ളത്. അതിൽ തന്നെ ഹിജാബ് വിഷയത്തിലാണ് കർണാടക ഹൈക്കോടതിയുടെ ഇത് നമ്മളറിയാം. കർണാടകത്തിലാവുന്നുണ്ടായിരുന്ന ദേശസുഡാപ്പികളും പോപ്പുലർ ഫ്രണ്ടും നടത്തിയ പ്രക്ഷോഭം അവിടെ നമ്മൾ കണ്ടതാണ്. അവിടെ ഹിജാബും നിക്കാബും എന്ന തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇതേപോലെ നമ്മുടെ കേരളത്തിലുള്ള വിധി അതൊരു മുസ്ലിം ജഡ്ജിയാണ് പുറപ്പെടുവിച്ചത്, അല്ലെങ്കിൽ അവരെ സംഖ്യയാക്കാന് പോട്ടെ. എന്തായാലും അയാൾ പറഞ്ഞ വിധിയിൽ ഒരു കോമഡി ഉണ്ട്, അല്ലെങ്കിൽ ആ വിധിയിൽ ഒരു പ്രത്യേകതയുണ്ട്. കോമഡി എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തട്ടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, ഒരു തുണിയല്ലേ എന്നുള്ളതാണ്. നിങ്ങൾ അത് ശ്രദ്ധിക്കണം. കാരണം ഈ കേരളത്തിൽ വന്ന ഹൈക്കോടതിയാണെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. കേരളത്തിലെ ഈ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു കേസിൽ വന്ന വിധി ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ കൈയിൻ്റെ നീളമായിരുന്നു പ്രശ്നം.